നമ്മൾക്ക് എല്ലാവർക്കും ദിവസവും നമ്മളെ ചുറ്റി വെളിയിലൊരു യുദ്ധം നടക്കുന്നു, നമ്മുടെ ഉള്ളിലൊരു യുദ്ധം നടക്കുന്നു. വെളിയിലൊരു യുദ്ധം, രാവിലെ എന്താ പറയുക, ആ പ്രഭു വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ വൈഫുമായിട്ട് വഴക്കുണ്ടാക്കി. ഒരു ഉദാഹരണം, വൈഫായിട്ട് വഴക്കുണ്ടാക്കി, രണ്ടുപേരും വഴക്ക് കൂടി. അപ്പോൾ വൈഫ് എന്തൊക്കെയോ പറഞ്ഞു, ഹസ്ബൻഡ് എന്തൊക്കെയോ പറഞ്ഞു, 10 മിനിറ്റ്സിൽ വഴക്ക് കഴിഞ്ഞു. ഓക്കെ, എക്സ്റ്റേണൽ വഴക്ക് കഴിഞ്ഞു. പക്ഷേ ആ വ്യക്തി ഓഫീസിൽ പോയിട്ട് ഹോൾ ഡേ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതം മൊത്തം ഇവൾക്ക് വേണ്ടിയല്ലേ ചിലവാക്കുന്നു, ഞാൻ കഷ്ടപ്പെടുന്നതെല്ലാം, എന്നിട്ടും ഇവൾ എന്നെ മനസ്സിലാക്കാതെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എൻ്റെ കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ടല്ലോ. ഹോൾ ഡേ ഹി ഈസ് ഗോയിങ് ഓൺ എൻ ഇന്റേണൽ ഫൈറ്റ്. ഉള്ളിലൊരു യുദ്ധമാണ്. വൈഫ് എന്താ ചിന്തിക്കുന്നത്, ഞാൻ എത്ര ത്യാഗം ചെയ്താലും എത്ര കഷ്ടപ്പെട്ടാലും ഇദ്ദേഹം എന്നെ മനസ്സിലാക്കുന്നേയില്ല, എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പോലും നടത്തിത്തരാൻ തയ്യാറല്ല, ഞാൻ എന്താ വലുതായിട്ടാണ് എന്തെങ്കിലും ചോദിച്ചത്. അവർ മുഴുവൻ ദിവസവും അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചിന്തിച്ചിട്ട് വൈകുന്നേരമായപ്പോൾ ഇനി രണ്ടുപേരും തീരുമാനിച്ചു, ഇനി അടുത്ത വഴക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് വന്നാൽ ഞാൻ വിട്ടുകൊടുക്കൂല, ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് ടൈം എന്ന് രണ്ടുപേരും തീരുമാനമെടുത്തു. ഇപ്പോൾ 2 ഫൈറ്റാണ് നടക്കുന്നത്. ഒന്ന് രാവിലെ 15 മിനിറ്റ്സ് നടന്ന എക്സ്റ്റേണൽ ഫൈറ്റ്. സെക്കൻഡ്, ഹോൾ ഡേ മനസ്സിനകത്ത് നടന്ന ഇന്റേണൽ ഫൈറ്റ്. ഏതാണ് നമ്മളെ പരാജയപ്പെടുത്തിയത്? ഏത് ഫൈറ്റാണ് നമ്മളെ ഡിഫീറ്റ് ചെയ്തത്? രാവിലെ 15 മിനിറ്റ്സ് നടന്ന എക്സ്റ്റേണൽ ഫൈറ്റ് ആണോ, അല്ല ഒരു ദിവസം മുഴുവനും ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആന്തരിക യുദ്ധമാണോ? ഏതാണ് എന്നെ തോൽപ്പിച്ചത്? ദ ഇന്റേണൽ ഫൈറ്റ്. ഇതാണ് എന്നെ ദിവസവും ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്നത്. എൻ്റെ ഉള്ളിൽ നടക്കുന്ന യുദ്ധമാണ്, വെളിയിലൊന്നുമില്ല. ബ്രിട്ടീഷുകാരൻ ഭരിച്ചാൽ എന്ത്, ജാപ്പനീസ് ഭരിച്ചാൽ എന്ത്, എന്ത് ഭരിച്ചാൽ എന്ത്, അത് കുറച്ച് നേരം ഉണ്ടാവും. പക്ഷെ എൻ്റെ മനസ്സും ബുദ്ധിയും വിചാരം എന്നെ ഉള്ളിൽ തോൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ബ്രിട്ടീഷുകാരൻ ഭരിച്ചാൽ ഇന്ത്യയിൽ ആത്മഹത്യ നടക്കും, ഇന്ത്യൻസ് ഭരിച്ചാൽ ആത്മഹത്യ നടക്കും. അപ്പൊ എന്താണ്, എവിടെയാണ് സ്വാതന്ത്ര്യം? We are all prisoners of our own mind and senses. നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളെയും ഖൈദികളാണ്, കുടുങ്ങിക്കിടക്കുകയാണ്. അതാണ് കൃഷ്ണൻ പറയുന്നത്, അർജുന ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനാം അവസാദേത്, കം ഔട്ട്, റൈസ് അബവ്. നീ നിന്നെ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഞാൻ ഉയരണം. ഞാൻ ഉയർന്നാൽ മാത്രമേ എനിക്ക് ഞാൻ ആരെന്ന് കാണാനും മറ്റുള്ളവരെ സഹായിക്കാനും പറ്റൂ. അല്ലെങ്കിൽ നമ്മളും ഈ വലയ്ക്കകത്തങ്ങ് കുടുങ്ങിപ്പോകും. ചെലന്തിയുടെ വലയിൽ ജീവി കുടുങ്ങുന്നത് പോലെ. ചെലന്തി കുറേ കഷ്ടപ്പെട്ട ഈ കോബ്വെബ് ഉണ്ടാക്കുന്നത്, സ്പൈഡർ വല ഉണ്ടാക്കി അവസാനം ചെലന്തി ചെന്ന് അതിൻ്റെ നടുക്ക് രാജാവിനെ പോലെ ഇരിക്കും. അപ്പോൾ ഈ ചെറിയ ജീവികളെല്ലാം വന്നിട്ട് ആ ചെലന്തി വലയിൽ തൊടുമ്പോൾ അതിൻ്റെ കാലും ചിറകൊക്കെ കുടുങ്ങും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത കാല് വയ്ക്കും, അതവിടെ ഒട്ടിപ്പിടിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതിനകത്ത് കഷ്ടപ്പെടുമ്പോൾ എന്താകും, ഈ വലയിൽ കുടുങ്ങി. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഏതിലൊക്കെ കൊണ്ടുപോയി കൈവയ്ക്കോ ഈ ലോകത്ത് കുടുങ്ങിപ്പോകും. ചെലന്തി വലയിൽ ജീവികൾ കുടുങ്ങുന്നത് പോലെ ആ ചെലന്തി വന്നിട്ട് ഇങ്ങനെ വരുന്നത്. അതാ ഭാഗവതം പറയുന്നത്. ഭഗവാൻ ഉദ്ധവരെടുത്ത് പറയാ, ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ, ഉദ്ധവ, നിന്റെ ശത്രുക്കൾ പുറമേ ആരുമില്ല, നിന്റെ ശത്രു നീ തന്നെയാണ്.